Once again, welcome back to KCS Classes. KCS Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com തേർഡ് സെമസ്റ്റർ എക്സാംസ് നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് ഒരു 3 സബ്ജക്ട്സിന്റെ ചെയ്ത് കഴിഞ്ഞു. ഇൻകം ടാക്സ്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, റിസർച്ച് മെത്തഡോളജി, നമുക്ക് സ്പെഷ്യലൈസേഷൻ പേപ്പേഴ്സ് ആണ് ഇനി ചെയ്യാനുള്ളത്. സോ അതിനുശേഷം നമ്മൾ ഇന്ന് മുതൽ നെക്സ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഏറ്റവും കൂടുതൽ കുട്ടികളെ പ്രതീക്ഷിച്ചിരിക്കുന്ന, ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ വീഡിയോസ് ആണ് നമ്മൾ ഇന്ന് മുതൽ ആരംഭിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ ഇൻകം ടാക്സ് ലോ പ്രാക്ടീസ് ആൻഡ് ടാക്സ് പ്ലാനിംഗ് പാർട്ട് 1, ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള SI ചോദ്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. സോ M.Com തേർഡ് സെമസ്റ്ററിലെ ഇൻകം ടാക്സ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് 3 സബ്ജക്ട്സിന്റെയും ക്ലാസ്സസ് അവൈലബിൾ ആണ്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ പാർട്ട് സിയിൽ നമുക്ക് 4 SI ചോദ്യങ്ങളാണ് വരുന്നത്. അതിൽ 2 എണ്ണം എഴുതണം. അപ്പോൾ 2 തിയറി ചോദ്യങ്ങളും 2 പ്രോബ്ലംസ് ആണ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരാറ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന തിയറി ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ആദ്യം പറയാം. അതിനുശേഷം പ്രോബ്ലത്തിന്റെ ഏരിയയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ്, വാട്ട് ഈസ് അസസ്മെന്റ്? അസസ്മെന്റ് എന്താണ്? നിർബന്ധമായും പഠിച്ചിരിക്കണം. ദെൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസസ്മെന്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു SI ചോദ്യമാണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസസ്മെന്റ്. അപ്പോൾ അസസ്മെന്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു SI ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇൻകം ടാക്സ് അതോറിറ്റീസിനെ പറ്റിയിട്ടാണ്. ഇൻകം ടാക്സ് അതോറിറ്റീസ് ആരാണ്? എക്സ്പ്ലെയിൻ ദി പവേഴ്സ് ഓഫ് ഇൻകം ടാക്സ് അതോറിറ്റീസ്, അവരുടെ പവേഴ്സ്, എസ്പെഷ്യലി CBDT, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ്, അതിനെ പറ്റിയിട്ട് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന തിയറി ചോദ്യം എന്ന് പറയുന്നത്, വാട്ട് ഈസ് ടാക്സ് പ്ലാനിങ്? ടാക്സ് പ്ലാനിങ് എന്താണ്, അതിൻ്റെ നീഡ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ആൻഡ് ലിമിറ്റേഷൻസ്, നിർബന്ധമായും പഠിക്കേണ്ട മറ്റൊരു ചോദ്യമാണ്. ഓക്കെ, ദെൻ ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു തിയറി ചോദ്യം എന്ന് പറയുന്നത് റിട്ടേൺ ആണ്. വാട്ട് ഈസ്, ചിലപ്പോൾ ഇപ്രാവശ്യം ഉണ്ടാവും എന്നുള്ള അറിയില്ല, കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് വാട്ട് ഈസ് റിട്ടേൺ, ബട്ട് ഇതിനായിട്ട് മുമ്പത്തെ പേപ്പറിലും വന്നിട്ടുണ്ട്. വാട്ട് ഈസ് റിട്ടേൺ ഓഫ് ഇൻകം, കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചുകൊണ്ട് ഇപ്രാവശ്യം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഉറപ്പില്ല. ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിട്ടേൺ, അതുപോലെ തന്നെ ഫൈലിംഗ് ഓഫ് റിട്ടേൺ എന്താണ്? ഫൈലിംഗ് ഓഫ് റിട്ടേൺ, അതിൻ്റെ സ്റ്റെപ്സ് ഉണ്ട്, അത് നോക്കിയിരിക്കണം. ഓക്കെ, അതാണ് മറ്റൊരു ചോദ്യം തിയറി. ഇനി പ്രതീക്ഷിക്കുന്ന, അപ്പോൾ ഈ 4 ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇതിൽ നിന്നൊരു 2 ചോദ്യങ്ങൾ തിയറി ആയിട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതാണ്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഉണ്ടാവുമെന്നുള്ള അറിയില്ല, നമുക്ക് അഡ്വാൻസ് പേയ്മെന്റ് ഓഫ് ടാക്സ്, TDS, TCS ഉണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണം, അതിൻ്റെ പ്രൊവിഷൻസ് വേണമെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ നമുക്ക് തരാനുള്ള ഒരു തിയറി ചോദ്യം അതാണ്, എന്താണ്? പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്, TDS, TCS ഉണ്ട്, ഇതിൻ്റെ കൺസെപ്റ്റുകൾ. പിന്നെ അഡ്വാൻസ് പേയ്മെന്റ് ഓഫ് ടാക്സ് ഉണ്ട്, അതിലാണ് ഇത് വരുന്നത്. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ TDS, TCS ഈ കൺസെപ്റ്റുകളും നമുക്ക് തിയറിയുടെ ഏരിയയിൽ സ്കോപ്പുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ തിയറി ഏരിയാസിൽ ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ളത്. ഇനി പ്രോബ്ലംസ് മസ്റ്റായിട്ട് വരുന്നത് എല്ലാ പേപ്പറിലും ആദ്യം കമ്പ്യൂട്ട്
ടോട്ടൽ ഇൻകം ആൻഡ് ടാക്സ് ലൈബിലിറ്റി, ടാക്സ് പേയബിൾ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ടാക്സ് ലൈബിലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ ആണ് സാധാരണ കൂടുതൽ കണ്ടുവരാറ്. ഇൻഡിവിജ്വൽ ആണ് നമുക്ക് മെയിനായിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാനും പിന്നെ ടാക്സ് ലൈബിലിറ്റി എന്ന് പറയുന്നത് പിന്നെ ജസ്റ്റ് അതിന് ശേഷം ചെയ്യേണ്ട ഒരു കാര്യം മാത്രമാണ്. മെയിനായിട്ട് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ ആണ്. 5 ഹെഡ്സ് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ എന്ന് പറയണത് കുറച്ചും കൂടി എളുപ്പമാണ് മറ്റ് ക്വസ്റ്റ്യൻസിനെ അപേക്ഷിച്ച്. 5 ഹെഡ്സ് ഇൻക്ലൂഡ് ചെയ്യുക, ടോട്ടൽ ചെയ്യുക, ഡിഡക്ഷൻസ് കുറയ്ക്കുക അല്ലേ. ടോട്ടൽ ഇൻകം കിട്ടിയതിന് ശേഷം ടാക്സ് ലൈബിലിറ്റി കൂടിയും ഫൈൻഡ് ഔട്ട് ചെയ്യുക. എല്ലാ പേപ്പറിലും ഇത് ഒരെണ്ണം വരാറുണ്ട്. ഇനി മറ്റൊരു പ്രോബ്ലം എന്ന് പറയുന്നത് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ, PGBP. അതിൽ നിന്ന് ചിലപ്പോൾ ബിസിനസ് ആവാം, ചിലപ്പോൾ പ്രൊഫഷൻ ആവാം. ഓക്കെ, ഇൻകം ഫ്രം ബിസിനസ് കണ്ടുപിടിക്കാനോ അതല്ലെങ്കിൽ പ്രൊഫഷൻ, ഇതിലേതെങ്കിലും ഒരെണ്ണം എല്ലാ പേപ്പറിലും വരുന്നതാണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം. ഓക്കെ, അതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. എല്ലാ പേപ്പറിലും ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് കണ്ടുവന്നിട്ടുള്ളത് ഈ രണ്ടെണ്ണമാണ്. ഇനി അതല്ലാണ്ട് ഒരൊറ്റ പ്രാവശ്യം വന്നിട്ടുള്ളത് ഇൻകം ഫ്രം സാലറി വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. ബട്ട് ഇത് കൂടുതൽ 3 വെയിറ്റേജിൻ്റെലാണ് വരുന്നത് പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പ്രോബ്ലം എസ്സേയിട്ട് രണ്ടെണ്ണം കണ്ടുവരുന്നത് ടോട്ടൽ ഇൻകം ആൻഡ് ടാക്സ് ലൈബിലിറ്റി കമ്പ്യൂട്ടേഷൻ, PGBPയിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം. ഓക്കെ, പിന്നെ ഇൻകം ഫ്രം സാലറി മാക്സിമം. അപ്പോൾ ഇങ്ങനെ നമുക്ക് 4 ചോദ്യങ്ങൾക്ക് ഉള്ളൊരു 8 സജഷൻസ് ആണ് തന്നിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്കൊരു 4 എണ്ണം എന്തായാലും കിട്ടും. അതിൽ 2 എണ്ണം നിങ്ങൾ എഴുതിയാൽ മതി. 2 തിയറിയും 2 പ്രോബ്ലംസും. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 വെയിറ്റേജിൻ്റെ ചോദ്യങ്ങളുടെ ഡിസ്കഷനുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്രയും പെട്ടെന്ന് തന്നെ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.